ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലിറ്റ്വേർഡ്സ് നോട്ട്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG കോമൺ ഇംഗ്ലീഷ് പേപ്പർ BA ആൻഡ് MA ഇംഗ്ലീഷ് എന്നിവയുടെ നോട്ട്സും സമ്മറികളും ലിറ്റ്വേർഡ്സ് ഓഫർ ചെയ്യുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ല. റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ പോയിംസിൽ 5ാമത്തെ ലെസൺ അതർ വേൾഡ്ലി ഫോക്ക് ടെയിൽ ബൈ ഗീത് ചതുർവേദിയുടെ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വൈ വാസ് ദ സീഡ് റിലക്റ്റൻറ്റ് ടു ഗ്രോ? എന്തുകൊണ്ടാണ് സീഡ് വിത്ത് വളരാൻ വിമുഖത കാണിച്ചത്, തയ്യാറല്ലാതിരുന്നത്? ആൻസർ, the seed was reluctant to grow because it wanted to remain in the secure lap of the earth forever. ഭൂമിയുടെ സുരക്ഷിതമായ മടിത്തട്ടിൽ എല്ലാ കാലവും നിൽക്കാൻ ആഗ്രഹിച്ചതിനാലാണ് വിത്ത് വളരാൻ മടി കാണിച്ചത്. ക്വസ്റ്റ്യൻ, വൈ couldn't the seed defer its sprouting? എന്തുകൊണ്ടാണ് വിത്തിന് അതിൻ്റെ സ്വയം മുളയ്ക്കൽ മാറ്റിവെക്കാൻ കഴിയാതിരുന്നത്? ആൻസർ, the seed couldn't defer sprouting when it rained and it had to put forth shoots half-heartedly. മഴ പെയ്തപ്പോൾ വിത്തിന് അതിൻ്റെ മുള പൊട്ടുന്നത് തടയാൻ കഴിഞ്ഞില്ല, അത് പാതി മനസ്സോടെ തളിർക്കേണ്ടി വന്നു. Question number 3, why does the tree wish to go back as a seed and what obstructs it from doing so? വൃക്ഷം വീണ്ടും ഒരു വിത്തായി തിരികെ പോകാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? അതിന് എന്തായിരുന്നു തടസ്സം? Answer, the tree wishes to go back to being a seed, but it saddens the tree that it can never again become a single seed. ഈ മരം വീണ്ടും ഒരു വിത്തായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആ ഒറ്റ വിത്തായി മാറാൻ കഴിയില്ലല്ലോ എന്ന ചിന്ത മരത്തെ സങ്കടപ്പെടുത്തുന്നു. Question number 4, you are merely Earth's imagination. Why is the tree called the imagination of the earth and how is this connected to the Buddhist doctrine? നിങ്ങൾ ഭൂമിയുടെ ഇമാജിനേഷൻ, ഭാവന മാത്രമാണ്. എന്തുകൊണ്ടാണ് വൃക്ഷത്തെ ഭൂമിയുടെ ഇമാജിനേഷൻ, ഭാവന എന്ന് വിളിക്കുന്നത്? ഇത് ബുദ്ധമത സിദ്ധാന്തവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? The tree is called the imagination of the earth because it grows apart, expanding upwards, and the earth wishes to take back her blessing. വൃക്ഷത്തെ ഭൂമിയുടെ ഭാവന എന്ന് വിളിക്കാനുള്ള കാരണം അത് മരമായി പിരിഞ്ഞ് വളരുകയും മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യുന്നു. ഭൂമി അവളുടെ ആ ഒരു ബ്ലെസ്സിങ് തിരികെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ദിസ് ഈസ് കണക്റ്റഡ് ടു ദ ബുദ്ധിസ്റ്റ് ഡോക്ട്രിൻ ഓഫ് ലങ്കാവതാര സൂത്ര, which emphasizes the idea that the external world is a reflection or expression of our minds. ഇത് ലങ്കാവതാര സൂത്രത്തിലെ ബുദ്ധമത സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ബാഹ്യലോകം, പുറമേയുള്ള എക്സ്റ്റേണൽ വേൾഡ് നമ്മുടെ മനസ്സിന്റെ പ്രതിഫലനമോ ആവിഷ്കാരമോ ആണെന്ന ആശയത്തെ ഇത് ഊന്നി പറയുന്നു. നെക്സ്റ്റ്, ഷോർട്ട് പാരഗ്രാഫ്സ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ paragraph. Every single thing in life does not have an opposite it. Night is not a dark day and a day is not a bright night. Moon not a cold sun and the sun not a hot moon. How does the poet speak against binary opposites through these lines? ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഒരു മറുവശം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. രാത്രി ഒരു ഇരുണ്ട ദിനമോ അതല്ലെങ്കിൽ പകൽ ഒരു ശോഭയുള്ള രാത്രിയോ അല്ല. ചന്ദ്രൻ ഒരു തണുത്ത സൂര്യനോ സൂര്യൻ ചൂടുള്ള ചന്ദ്രനോ അല്ല. ഈ വരികളിലൂടെ ബൈനറി വിപരീതങ്ങൾക്കെതിരെ കവി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദ പോയിറ്റ് ചാലഞ്ചസ് ബൈനറി ഓപ്പോസിറ്റ്സ് ഇൻ ദീസ് ലൈൻസ്. തന്നിരിക്കുന്ന വരികളിൽ കവി ബൈനറി ഓപ്പോസിറ്റ്സിനെ വെല്ലുവിളിക്കുകയാണ്. ദ പോയിറ്റ് emphasizes that life is not defined by stark oppositions but exists in nuanced shades. ജീവിതം എന്ന് പറയുന്നത് കടുത്ത ഓപ്പോസിറ്റുകളാൽ നിർവചിക്കപ്പെടുന്ന ഒന്നല്ല, മറിച്ച് സൂക്ഷ്മ ഭേദങ്ങളോടെ നിലനിൽക്കുന്നതാണ്. The rejection of the strict binaries suggests a more complex and interconnected understanding of existence, aligning with the themes found in Buddhist philosophy, where the emphasis is often on transcending dualities to attain a higher understanding of reality. കർശനമായ ബൈനറികളുടെ നിരാകരണം എന്നത് അസ്തിത്വത്തെക്കുറിച്ചുള്ള കൂടുതൽ സങ്കീർണവും പരസ്പര ബന്ധിതവുമായ ധാരണയാണ് സൂചിപ്പിക്കുന്നത്.
സൂചിപ്പിക്കുന്നത്. ബുദ്ധമത തത്വചിന്തയിൽ കാണപ്പെടുന്ന പ്രമേയങ്ങളുമായിട്ട് തീംസുമായിട്ട് ഇത് യോജിച്ചു പോകുന്നുണ്ട്. ഇവിടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഉയർന്ന ലെവലിലുള്ള ഒരു ധാരണ നേടുന്നതിന് വേണ്ടിയിട്ട് ഡ്യുവാലിറ്റികളെ, ദ്വൈതങ്ങളെ മറികടക്കുന്നതിന് പലപ്പോഴും അദ്ദേഹം ഊന്നൽ നൽകുകയാണ് ചെയ്യുന്നത്. Question 6. All trees grow in imagination. In memory, they always remain seeds. Explain. എല്ലാ വൃക്ഷങ്ങളും ഭാവനയിൽ, ഇമാജിനേഷനിലാണ് വളരുന്നത്. ഓർമ്മയിൽ അവ എപ്പോഴും വിത്തുകളായി തുടരുന്നു എന്നുള്ളത് വിശദീകരിക്കുക. The lines suggest that the growth of trees is not just a physical process, but also involves an imaginative aspect. ഈ വരികൾ സൂചിപ്പിക്കുന്നത് വൃക്ഷങ്ങളുടെ വളർച്ച എന്നുള്ളത് ഫിസിക്കലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് അതിന് ഭാവനാത്മകമായ ഇമാജിനേഷൻ്റെതായിട്ടുള്ള ഒരു വശം കൂടി അതിനുണ്ട് എന്നതാണ്. The poet implies that the essence is a tree. Its identity remains rooted in its memory as a seed. ഒരു വൃക്ഷത്തിന്റെ എസൻസ്, അതിന്റെ സത്ത, അതിന്റെ സ്വത്വം ഒരു വിത്തായി അതിന്റെ ഓർമ്മയിൽ വേരൂന്നിയിരിക്കുന്നതായിട്ടാണ് കവി സൂചിപ്പിക്കുന്നത്. The idea challenges the conventional understanding of growth and transformation, emphasizing the significance of memory and imagination in shaping the essence of life. വളർച്ചയെയും മാറ്റത്തെയും കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ ഈ ആശയം ചാലഞ്ച് ചെയ്യുന്നു. ജീവിതത്തിന്റെ സത്ത രൂപപ്പെടുത്തുന്നതിൽ ഓർമ്മകൾക്കും മെമ്മറിക്കും അതേപോലെ ഇമാജിനേഷനും വളരെ പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. It aligns with the Buddhist theme of primacy of consciousness and the interconnectedness of all things. Consciousness അല്ലെങ്കിൽ അവബോധം അതല്ലെങ്കിൽ അന്തർബോധമാണ് പ്രധാനമെന്നും സർവ്വ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നുമുള്ള ബുദ്ധമത പ്രമേയവുമായി ഇത് യോജിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ഇൻ about 300 words essay type questions. How do you relate the themes of the poem with human life? The themes of the poem, otherworldly folktale, resonate with the cycle of life and the human quest for identity and roots. Otherworldly folktale എന്ന കവിതയിൽ മനുഷ്യന്റെ വിവിധ ജീവിതഘട്ടങ്ങൾ, സ്വത്വവും വേരുകളും തേടിയുള്ള അവന്റെ അന്വേഷണങ്ങൾ എന്നിവ പ്രതിധ്വനിക്കുന്നു. The seed's reluctance to grow mirrors the human reluctance to embrace change and step into the unknown. വിത്തിനുള്ള വളരാനുള്ള വിമുഖത, അതായത് മുളച്ചു പൊന്താനുള്ള മടി എന്നത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അജ്ഞാതമായയിലേക്ക് ചുവട് വെക്കാനുള്ള മനുഷ്യന്റെ മടിയെ, വിമുഖതയെ പ്രതിഫലിപ്പിക്കുന്നു. The earth's desire for the seed to sprout represents the nurturing aspects of life, urging individuals to fulfill their potential. വിത്ത് മുളയ്ക്കാനുള്ള ഭൂമിയുടെ ആഗ്രഹം എന്നത് വ്യക്തികളെ അവരുടെ കഴിവുകൾ നിറവേറ്റാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന വശത്തെ പ്രതിനിധീകരിക്കുന്നു. The growing tree symbolizes the journey of life, marked by growth, challenges and the inevitable distance from one's origins. വളർച്ച, വെല്ലുവിളികൾ, ഒരാളുടെ ഒറിജിൻ അല്ലെങ്കിൽ ജനനത്തിൽ നിന്നുള്ള അനിവാര്യമായ അകലം എന്നിവയാൽ അടയാളപ്പെടുത്തുന്ന വളരുന്ന വൃക്ഷം ജീവിതയാത്രയുടെ തന്നെ പ്രതീകമാണ്. The tree wish to go back to being a seed reflects the human desire to return to a simpler, more innocent state, perhaps reminiscent of childhood. ഒരു വിത്തായി മാറാനുള്ള മരത്തിന്റെ ആഗ്രഹം ഒരു പക്ഷേ കുട്ടിക്കാലത്ത് അനുസ്മരിപ്പിക്കുന്ന ലളിതമായ, കൂടുതൽ നിഷ്കളങ്കമായ ഒരവസ്ഥയിലേക്ക് മടങ്ങാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. This aligns with the universal longing for the security and simplicity of the past. ഭൂതകാലത്തിന്റെ സുരക്ഷിതത്വത്തിനും ലാളിത്യത്തിനുമുള്ള എല്ലാവരിലുമുള്ള സാർവത്രിക അഭിലാഷവുമായിട്ട് ഇത് യോജിക്കുന്നു. The earth's inability to feel the soft touch of the same seed highlights the irreversible nature of time and the impossibility of recreating certain moments. ഒരു വിത്തിന്റെ മൃദുസ്പർശം അത് മരമായി വളർന്നതിന് ശേഷം അനുഭവിക്കാനുള്ള ഭൂമിയുടെ കഴിവില്ലായ്മ, സമയത്തിന്റെ മാറ്റാനാവാത്ത സ്വഭാവത്തെയും ചില നിമിഷങ്ങളെ പുനർനിർമ്മിക്കാനുള്ള അസാധ്യതയെയും
എടുത്തു കാണിക്കുന്നു. The rejection of binary opposites in the poem challenges the simplistic view of life, advocating for a more nuanced understanding. കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു ധാരണക്കായി കവിതയിൽ ബൈനറി വിപരീതങ്ങളെ നിരാകരിക്കുന്നത് ജീവിതത്തിന്റെ ലളിതമായ വീക്ഷണങ്ങളോടുള്ള ചാലഞ്ച് ആണ്. This mirrors the complexities of human experience where joy and sorrow, growth and regression are intertwined. സന്തോഷവും ദുഃഖവും വളർച്ചയും പിന്നാക്കാവസ്ഥയും ഇഴചേർന്നിരിക്കുന്ന മനുഷ്യാനുഭവങ്ങളുടെ സങ്കീർണതകളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. The poets whisper to the tree, even now you are not grown, you are merely earth's imagination, serves as a reminder that despite external achievements and heights reached, the individuals remain rooted in their origins and their essence is shaped by memories and the imagination. ഇപ്പോഴും നീ വളർന്നിട്ടില്ല, നീ ഭൂമിയുടെ ഭാവന മാത്രമാണ് എന്ന് കവി മരത്തോട് മന്ത്രിക്കുന്നുണ്ട്. ബാഹ്യ നേട്ടങ്ങളും ഉയരങ്ങളും കൈവരിച്ചാലും വ്യക്തികൾ അവരുടെ ഉത്ഭവത്തിൽ വേരൂന്നിയിരിക്കുന്നുവെന്നും അവരുടെ ഒറിജിനിൽ തന്നെ വേരൂന്നിയിരിക്കുന്നുവെന്നും അവയുടെ എസൻസ് സത്ത രൂപപ്പെടുന്നത് ഓർമ്മകളാലും ഭാവനകളാലും ആണെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നു. The poem invites reflection on the cyclical nature of life, human struggle for identity and the interconnectedness of all living things. ജീവിതത്തിന്റെ സൈക്കിൾ, ചാക്രിക സ്വഭാവം, അതേപോലെ ഓരോരുത്തരുടെയും സ്വത്വത്തിനായിട്ടുള്ള സ്ട്രഗിൾ, മനുഷ്യന്റെ പോരാട്ടം, എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾക്കെല്ലാം ഈ കവിത പ്രേരിപ്പിക്കുന്നു. ഇറ്റ് എൻകറേജസ് റീഡേഴ്സ് ടു അപ്രീഷിയേറ്റ് ദ ജേർണി ഓഫ് ലൈഫ്, അക്നോളജ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് എംബ്രേസ് ദി ഇവോൾവിംഗ് ആൻഡ് ഇമാജിനേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് എക്സിസ്റ്റൻസ്. ജീവിത യാത്രയെ വിലമതിക്കാനും ഭൂതകാലത്തിന്റെ സ്വാധീനം അംഗീകരിക്കാനും നമ്മുടെ നിലനിൽപ്പിനായി കൂടുതൽ വികസിതവും ഭാവനാത്മകവുമായ വശങ്ങൾ സ്വീകരിക്കാനും ഈ കവിത പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ ഈ വീഡിയോ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.